ടു ആൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദീദി എന്നുള്ള പാഠത്തിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണ് പാഠം അവസാനിപ്പിച്ചത്, അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത്. നമുക്കതിൻ്റെ ബാക്കി എടുക്കാം. എവറി ഡേ, ഒരു മിനിറ്റ്, എവറി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ കോളേജിന് ശേഷം അവളുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. കാരണം എന്താണ്, അവൾക്ക് അവിടുത്തെ, നമ്മളെ ഈ ലേഡിക്ക്, നമ്മൾ ഈ റൈറ്റർക്ക് അവിടുത്തെ ഈ സ്ലംസ് ഏരിയയിലുള്ള ആൾക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിരുന്നു അവൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്നും കണ്ട് ഒരു പരിചയമായിട്ടുള്ളൊരു കുട്ടിയാണ് സന്ധ്യ എന്നുള്ളത്. അപ്പോൾ എന്നും കോളേജ് കഴിഞ്ഞിട്ട് അവൾ സന്ധ്യയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഹെർ ഹോം വാസ് സ്മാളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്. അപ്പോൾ അവളുടെ ഹൗസ് എന്ന് പറയുന്നത്, അവളുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബാത്റൂമിനേക്കാളും ചെറുതായിരുന്നു. അപ്പോൾ അത്രയും ഒരു ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ വീട്ടിലും ഉണ്ടായിരുന്നത്. ദെൻ വെൻ എ ഫ്യൂ ചിൽഡ്രൻ പോക്ക്ഡ് ദെയർ ഹെഡ്സ് inside the doorway to say hi to us, she welcomed them in. അപ്പോൾ ഞാൻ അവളുടെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് ഇങ്ങനെ ഹായ് പറയാൻ വേണ്ടി വാതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തല നീട്ടും. അപ്പോൾ അവൾ എന്ത് പറയും, അവരോട് അകത്തേക്ക് കയറി വാ എന്ന് പറയും. Then these children eventually formed the first class I would teach. ഈ കുട്ടികളാണ്, അങ്ങനെ വന്ന് പരിചയപ്പെട്ട ആ കുട്ടികളാണ് ഞാൻ ആദ്യമായി പഠിപ്പിച്ച ക്ലാസ് ആയിട്ട് രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവളുടെ ഒരു ലക്ഷ്യം എന്താണ്, എല്ലാ കുട്ടികളെയും, ഇങ്ങനെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാഹചര്യമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളേനെ, ഇത്തരം ചേരി പ്രദേശങ്ങളിലുള്ള കുട്ടികളേനെ എങ്ങനെയും എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ് ഇവളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടി കുറച്ച് കുട്ടികളെ അന്ന് പരിചയപ്പെട്ട ആ കുട്ടികളായിരുന്നു ഇവളുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് രൂപപ്പെട്ടത്. ദെൻ more kids. Each day a few more kids would crowd into the little home and ask to learn a few words in English or a little match or a song. അപ്പോൾ എന്നും ഈ ആദ്യം കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും കുട്ടികൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു. അതിനുശേഷം അവർക്ക് ഇങ്ങനെ ഓരോന്ന് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവൽ തുടങ്ങി. അവർ പറയും കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കണക്കുകളോ അല്ലെങ്കിൽ പാട്ടുകളോ ഒക്കെ പഠിപ്പിക്കാൻ പറയുകയും കൂടുതലായിട്ട് അവർക്ക് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ട ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടായിട്ട് പോലും അവർക്ക് വേണ്ട സിറ്റുവേഷൻസ് ഇല്ലാത്തത് കൊണ്ട് ബാക്കിലോട്ട് പോയ കുട്ടികളാണ് അവരൊക്കെ. അപ്പോൾ അതിന് വേണ്ട സാഹചര്യം ഇവരെ ഒരുക്കി കൊടുത്തപ്പോൾ എല്ലാ കുട്ടികൾക്കും കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ളൊരു ശ്രമം അവരിൽ നിന്ന് ഉണ്ടായി. ഈവൻ ദോ ഐ ന്യൂ വെരി ലിറ്റിൽ ഓഫ് ഇന്ത്യ ഐ ഫെൽറ്റ് യൂസ്ഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ആ കുട്ടികളുടെ ആ ഒരു ശ്രമം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിനോടുള്ളൊരു കോൺഫിഡൻസ് കൂടി. എന്തെങ്കിലും എനിക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ടായി. ദിസ് ബിക്കെയിം മൈ റൂട്ടീൻ. അപ്പോൾ എന്താ പറയുന്നത്, ഇതെൻ്റെ ഒരു റൂട്ടീനായി, അതായത് മീൻസ് എൻ്റെ ലൈഫിലെ ഒരു ജീവിത രീതിയായി മാറി. അത് ഈ കുട്ടികളുടെ അടുത്തേക്ക് വരലും അവരെ പഠിപ്പിക്കലും ഒക്കെ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. I would leave college as soon as I could and rush to my new world in the community. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ കോളേജ് വേഗം വിട്ടിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ന്യൂ വേൾഡിലേക്ക് ഞാൻ ഓടി വരും. അതായത് അവളുടെ ന്യൂ വേൾഡ് എന്ന് പറയുന്നത് ഏതാണ്, ഈ ചേരി പ്രദേശം. ആ ചേരിയിലേക്ക് ഞാൻ ഓടി വരികയും കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. ദെൻ ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. ഇവരുടെ ഇടയിലാണ് ഞാൻ എന്ത് കണ്ടത്, ട്രൂത്തും ഹോപ്പും, പ്രതീക്ഷയും സത്യമൊക്കെ, സത്യസന്ധമായിട്ട് ആൾക്കാരെയൊക്കെ ഇവരുടെ ഇടയിൽ, ഇത്തരം പ്രദേശങ്ങളിലുള്ള ആൾക്കാരിലാണ് ഞാൻ കണ്ടത്. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി എക്സൈറ്റഡ്ലി വെൻ ഐ വെൻറ്റ്. അപ്പം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾ എന്നെ ദീദി ദീദി എന്ന് വിളിച്ചിങ്ങനെ, അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഇവളോട്. ദെൻ ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ ജീവിതത്തിൽ മുഴുവനുള്ള ഇതൊരു ചുമതലയായിട്ട്, ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറി എൻ്റെ ലൈഫിൽ. ഇവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നല്ലൊരു സ്ഥാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയായിട്ട് മാറി എന്നാണ് പറയുന്നത്. ദെൻ ആകാംക്ഷ വാസ് ബോൺ ഓഫ് എ സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹൂ കുഡ് ടീച്ച് സ്പേസസ് ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ് റൂംസ് ആൻഡ് ദ ഫണ്ട്സ് വിത്ത് വിച്ച് ടു എഡ്യൂക്കേറ്റ് ആൾ ദ ചിൽഡ്രൻ. അപ്പോൾ എന്താ പറഞ്ഞാൽ, ആ സമയത്താണ് എന്തുണ്ടായത്, ഒരു മിനിറ്റ്, ദിസ് ബിക്കെയിം മൈ റൂട്ടീൻ. ആകാംക്ഷ വാസ് ബോൺ ഓഫ് ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹൂ കുഡ് ടീച്ച്. അപ്പോൾ
പഠിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു ഒരു വിശ്വാസം ഇവരിലുണ്ടായി. അത് അങ്ങനെയാണ് ആകാംക്ഷ എന്നുള്ളൊരു പേരിൽ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ അവർ തുടങ്ങി. A simple idea that India had people who could teach spaces that could be utilized as classrooms and the funds with which to educate all the children. അപ്പോൾ ഈ ആകാംക്ഷ എന്ന് പറഞ്ഞ് ഈ ക്ലാസ് മുറികളായിട്ട് ഉപയോഗിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആകാംക്ഷ എന്ന് പറഞ്ഞത് എന്താണ്? ഈ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള സെൻറ്ററുകളെയാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആകാംക്ഷ എന്ന് പറയുന്ന ആ ക്ലാസ് മുറികൾക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലം ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഇത്തരം കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഫണ്ടും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും വേണ്ട പോലെ നടത്തി കൊണ്ടുപോകാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് എവറിത്തിങ് എക്സിസ്റ്റ്, എല്ലാം നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ആൾ ടുഗദർ. ഇത് എൻ്റെ ചുമതല എന്തായിരുന്നു? ഇവയെല്ലാം കൊണ്ടുവരേണ്ട ഒരു ചുമതല മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. Then the people in the community wanted only 3 things, then housing, water and education. അപ്പോൾ എന്താ പറയുക, ഇത്തരം സ്ലംസ് ഏരിയകളിലുള്ള അവർക്ക് ആകെ ഒരു 3 തിങ്സേ ആകെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണ്? വാണ്ടഡ് ഓൺലി 3 തിങ്സ്: ഹൗസിങ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻസ്. അവർക്ക് വേണ്ട വെള്ളമായിക്കോട്ടെ, വെള്ളം, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ വീട്, അവർക്ക് വേണ്ട ഷെൽട്ടർ. ഈ 3 കാര്യങ്ങളെ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നുള്ളൂ. 3 തിങ്സ് ദേ വാണ്ട്: ഹൗസിങ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. I realized that if I wanted the students to take school seriously, they needed an environment free of the community's distractions. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യം ഇവർക്ക് എന്ത് വേണം? ഇത്തരം ഈ സ്ലംസ് ഏരിയകളിലുള്ള അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഈ കുട്ടികൾക്ക്. അതിൽ നിന്ന് സ്വതന്ത്രമായാൽ മാത്രമേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ശരിക്കും കിട്ടുള്ളൂ എന്നുള്ളൊരു, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് ഒരു ശ്രദ്ധ കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വേണ്ട പോലെ വെള്ളമോ ഭക്ഷണമോ താമസിക്കാനുള്ള സ്ഥലമോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് വേണം. അതായത് വാട്ടർ, ഹൗസിങ് ആൻഡ് ഇത്തരം എഡ്യൂക്കേഷൻ. ആദ്യം അവർക്ക് വേണ്ടത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, ദെൻ അവർക്ക് ആവശ്യമായ ഫുഡ്, ദെൻ എന്നിട്ട് അതിന് ശേഷം മാത്രമേ എഡ്യൂക്കേഷനെ അവർ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. Then so we started the search for our first ആകാംക്ഷ സെൻറ്റർ സ്പേസ്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ ആകാംക്ഷ സെൻറ്ററിനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ തുടങ്ങി. ആദ്യത്തെ ആകാംക്ഷ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണ്? ഇത്തരം ചേരി പ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സെൻറ്ററുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ആകാംക്ഷ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ I approached 20 schools in the city requesting to give just one classroom in their school building for 3 hours every evening. അപ്പം ഞാൻ ഏകദേശം ഒരു 20 സ്കൂളോളം ഞാൻ അവിടെ അവരുടെ അടുത്ത് പോയി. എന്നിട്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരൊറ്റ റൂം തന്നാൽ മതി. എന്തിനാ? ഞങ്ങളുടെ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി തന്നാൽ മതി. നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരൊറ്റ റൂം തന്നാൽ മതി. പക്ഷെ ആരും അവരൊന്നും അത് അംഗീകരിച്ചില്ല. all of them refused for the most illogical reasons. അവരൊന്നും ഒരു ലോജിക്കില്ലാത്ത റീസൺസ് പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞ കാരണങ്ങൾ? Some administrators claimed that the idea of teaching underprivileged children was way too revolutionary. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു എന്താണ്, അവരൊരു ഇത്തരം താഴ്ന്ന രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റെവല്യൂഷണറി കാരണമാവും, വലിയൊരു വിപ്ലവത്തിൻ്റെ ചിന്താഗതി ആയിട്ട് മാറും, ഒരു വിപ്ലവത്തിന് ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്, ഒരു പ്രിൻസിപ്പൾ പറഞ്ഞത്. ദെൻ while others complained that they would spread diseases to their other students. അവർ ഈ വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന സൂക്കടുകളൊക്കെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവുമെന്ന് ചില സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. ദെൻ എ പ്രിൻസിപ്പൽ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഈവൻ കംപ്ലൈൻഡ് how she simply couldn't allow the children into her school as the glass bangles worn by the daughters of the fishermen would scratch the desk of her classroom. ചില
പ്രിൻസിപ്പൾ പറഞ്ഞു എന്ത് ഈ അത്തരം കുട്ടികളുടെ കയ്യിലുള്ള ഗ്ലാസ് ബാംഗിൾസ് കുപ്പിവളകൾ കൊണ്ട് ഇങ്ങനെ മിനുസുള്ള ഡെസ്കുകൾക്കൊക്കെ ഒരയിൽ വരും, പോറൽ വരും എന്ന് പോലും അങ്ങനത്തെ സിംപ്ലി കാര്യങ്ങളും കൂടി പറഞ്ഞ് ഇവരേനെ അതിൽ നിന്ന് ഒഴിവാക്കി. ഒരു സ്കൂളും അവർക്ക് കൊടുത്തില്ല. Finally, when I was almost ready to give up, the principal of the Holy Name High School in Colaba agreed to give a room. അവസാനം എന്താണ്ടായത്, ഇതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കൊളാബയിലെ ഹോളി നെയിം ഹൈസ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു മുറി തരാമെന്ന് സമ്മതിച്ചത്. ദാറ്റ് ബിഗെയിൻ ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. ഏതാണ്? കൊളാബയിലെ ഹോളി നെയിം ഹൈസ്കൂൾ. കൊളാബയിലെ ഹോളി നെയിം ഹൈസ്കൂളായിരുന്നു ഇവരുടെ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. ദെൻ I mobilized volunteers from St. Saviour's to teach and made a rough plan of what they teach. അപ്പോൾ അതേപോലെ ഇത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റ് സേവിയേഴ്സിൽ നിന്ന് നമ്മൾ ഈ റൈറ്റർ സെൻറ്റ് സേവിയേഴ്സിലാണ് പഠിക്കണമെന്ന് പറഞ്ഞു അല്ലേ, അവിടെ നിന്നും കുറച്ച് വളണ്ടിയേഴ്സിനെ ഓർഗനൈസ് ചെയ്തു. ഈ കുട്ടികളെ മാത്രം പഠിപ്പിക്കാനായിട്ട് കുറച്ച് വളണ്ടിയേഴ്സിനെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് തീരുമാനിച്ചു. ദെൻ I just wanted the class to be a place where the children can feel സേഫ്. അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് ടു ബി എ പ്ലേസ് വേർ ദ ചിൽഡ്രൻ ക്യാൻ ഫീൽ സേഫ്. കുട്ടികൾ സേഫാണ്, കുട്ടികൾക്ക് സേഫായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം എന്ന് മാത്രമേ ഞാൻ ആദ്യം ഉദ്ദേശിച്ചുള്ളൂ ഈ ക്ലാസ് മുറി എന്നുള്ളത് കൊണ്ട്. അതേപോലെ തന്നെ ദെൻ ഈ സ്പേസ് വേർ ദേ ക്യാൻ ലീവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലൈഫ്സ് ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബി ചിൽഡ്രൻ. അപ്പോൾ കുറച്ച് നേരത്തെങ്കിലും ആ ജസ്റ്റ് 3 hours എങ്കിലും അവരുടെ വീട്ടിലെ ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും ഒക്കെ മറന്നിട്ട് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരമെങ്കിലും മറക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാത്രമാണ് ഇവരാദ്യം ഈ സെൻറ്ററിനെ കണക്കാക്കിയത്. ദെൻ ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. അപ്പോൾ ഈ ആകാംക്ഷ സെൻറ്റർ 1991 നിലവിൽ വന്നത്. ദെൻ ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ ആകാംക്ഷ ഗ്രൂ ടു 58 സെൻറ്റേഴ്സ് ആൻഡ് 6 സ്കൂൾസ് വിത്ത് ഓവർ 3500 ചിൽഡ്രൻ. പിന്നീട് ഇത്ര കുറച്ച് കുട്ടികളെ വെച്ച് തുടങ്ങിയിട്ടുള്ള ആ ആകാംക്ഷ സെൻറ്റർ പിന്നെ എന്തായിട്ട് മാറി? 58 സെൻറ്ററുകളും 6 സ്കൂളുകളും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു സെൻറ്ററുകളായിട്ട് മാറി. 3500 കുട്ടികളോളം അവിടെ പഠിച്ചു. ദെൻ ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ years like a soup made special by chefs tossing in what's needed after each tasting. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്, ലൈക്ക് സൂപ്പ് മേഡ്സ് ഇൻ വാട്സ് ഇൻ ആഫ്റ്റർ ടീച്ച് ഏസിയം എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് വർ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്ത് ടു ദാറ്റ് എ ഡാഷ് ഓഫ് വാല്യൂസ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ഇത്രയും ചെറിയ സെൻറ്ററായിട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു ആകാംക്ഷ സെൻറ്റർ പിന്നീട് 3500 കുട്ടികളും 58 സെൻറ്റേഴ്സുകളും 6 സ്കൂളുകളുമായിട്ട് അത്രയും വലിയ സെൻറ്ററുകളായിട്ട് പിന്നെ അത് മാറി. അതേപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും ആണ് അവിടെ പഠിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ. അതേപോലെ തന്നെ വെറും ബുക്കിലെ പഠനം മാത്രമല്ല, കുട്ടികൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ ഒരു സെൽഫ് പ്രൗഡ് ആത്മാഭിമാനം ഉണ്ടാക്കുന്നതിനൊക്കെ അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. വെറും പഠിപ്പിക്കൽ മാത്രമല്ല, എല്ലാം അതിലൂടെ പഠിപ്പിക്കുന്നത്. നല്ല ഡാഷ് ഓഫ് വാല്യൂസ്, നല്ല മൂല്യങ്ങളും, സെൽഫ് എസ്റ്റീം, ഒരു സെൽഫ് പ്രൗഡ്, സ്വയം ഒരു ആത്മാഭിമാനവും, അതേപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങുകളും കൂടി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ദീദി എന്നുള്ള പാഠം അവസാനിച്ചു. താങ്ക് യു.